സംസ്ഥാന രാഷ്ട്രീയത്തിലെ യുവനേതാക്കളിൽ മുൻനിരയിലുള്ള ഷാഫി പറമ്പിൽ എം പി ഇനി ദേശീയ രാഷ്ട്രീയത്തിന്റെ നിർണായകമായ പുതിയ ചുമതലകളിലേക്ക് നീങ്ങുകയാണ്. വടകരയിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ഡൽഹിയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വലിയ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് ഷാഫി പറമ്പിലിന്റെ പേര് AICC സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. നിലവിലെ അധ്യക്ഷൻ BV ശ്രീനിവാസിന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് പകരക്കാരനായി മറ്റൊരാളെ ഹൈക്കമാൻഡ് ചിന്തിക്കുമ്പോൾ ഷാഫി പറമ്പിലിനപ്പുറം മറ്റൊരു പേര് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലില്ല. KSUവിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ NSUIയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഷാഫിക്ക് ദേശീയ തലത്തിലെ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെയും സമരമുഖങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. കേവലം ഒരു MP എന്നതിലുപരിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിലൂടെ ഒരു പാൻ ഇന്ത്യൻ നേതാവെന്ന പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വടകരയിലെ പ്രവാസികളുടെ വിമാന ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം രാജ്യമൊട്ടാകെ വലിയ ചർച്ചയായിരുന്നു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും അനായാസമായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ദേശീയ രാഷ്ട്രീയത്തിലെ മികച്ച ഇടപെടലുകൾക്ക് കരുത്തേകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്ത് കേരളത്തിലെ തെരുവുകളിൽ ഷാഫി നയിച്ച സമരങ്ങൾ പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം നൽകിയിട്ടുണ്ട്. പോലീസിന്റെ അടിയേറ്റ് വീഴുന്ന പ്രവർത്തകരെ സംരക്ഷിക്കാൻ ബാരിക്കേഡുകൾ ചാടിക്കിടക്കുന്ന ഷാഫിയുടെ ചിത്രങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അടിവരുമ്പോൾ ഓടുന്ന നേതാക്കളല്ല, മറിച്ച് പ്രവർത്തകർക്കൊപ്പം നിന്ന് പോരാടുന്ന നേതാവാണ് ഷാഫി എന്ന പ്രതിച്ഛായ തന്നെയാണ് അദ്ദേഹത്തെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് അടുപ്പിക്കുന്നത്. BJPയുടെയും യുവമോർച്ചയുടെയും രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ പ്രതിരോധിക്കാൻ ചടുലതയുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് തിരയുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന പേര് മുൻനിരയിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അധികാരം തിരിച്ചുപിടിക്കുക എന്നത് രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ അമരത്ത് പ്രതിഷ്ഠിക്കുന്നത് കേരളത്തിലെ യുവാക്കളെയും പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുമെന്ന് AICC കണക്കുകൂട്ടുന്നു. യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ ഷാഫിക്ക് ഇതിന് സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ UDFൽ ഇതിനകം തന്നെ സജീവമാണ്. കേരള കോൺഗ്രസ് M ഉൾപ്പെടെയുള്ള പാർട്ടികളെ തിരികെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ലീഗും കോൺഗ്രസും ഒരുപോലെ ആലോചിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് വളരെ കരുതലോടെയാണ് UDF മുന്നോട്ട് പോകുന്നത്. ജയത്തിന്റെ ഓവർ കോൺഫിഡൻസിൽ നിൽക്കാതെ താഴെത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്താനാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വരും ദിവസങ്ങളിൽ തന്നെ ഷാഫി പറമ്പലിനെ സംബന്ധിച്ച പുതിയ തീരുമാനങ്ങൾ ഡൽഹിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ പോരാളിയായിരുന്ന ഷാഫി പറമ്പിൽ ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ടായി മാറാൻ ഒരുങ്ങുകയാണ്.